നമസ്കാരം, വെൽക്കം ടു ഔട്ട്സ്പോക്കൺ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം, ചെറുതല്ല, ഇടവേള ഇച്ചിരി വലുതായിപ്പോയി. ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം മറ്റൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. പതിവ് പോലെ ആമുഖങ്ങളോ വർണ്ണനകളോ ഇല്ല. റോസ്റ്റിൻ്റെ അന്തരാളങ്ങളിലേക്ക് നേരിട്ട് കടക്കുകയാണ് ഔട്ട്സ്പോക്കൺ. ബുദ്ധിയുള്ള ഏതൊരു മനുഷ്യനും വീഴ്ചകളിൽ നിന്നും പഠിക്കും. പക്ഷേ ബുർജ് ഖലീഫയുടെ മുകളിൽ നിന്ന് വീണാലും ചാടി എണീറ്റ് പൊടിയും തട്ടി അടുത്ത ഏജന്റ് കഥ എഴുതാൻ പോകും ഉദയകൃഷ്ണ. കൈദി എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആയിക്കഴിഞ്ഞ് വിക്രം ഇറങ്ങിയ സമയത്ത് ആളുകൾ ചോദിച്ചിരുന്നു, ഡേയ് ലോകേഷ് എന്നടാ പണി വെച്ചിറക്കിയെന്ന്. അതേപോലെ തന്നെ ആറാട്ട് എന്ന ആഗോള ദുരന്തത്തിന് ശേഷം ഉദയകൃഷ്ണ ലാലേട്ടനിട്ട് അറിഞ്ഞു പണിയ സിനിമയാണ് ഒറ്റയ്ക്ക് വന്ന് പൊരുതി വെട്ടിപ്പിടിച്ച ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് മോൺസ്റ്റർ എന്ന ടൈറ്റിൽ റിവീൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫാൻസുകാരെല്ലാവരും പറഞ്ഞുകൊണ്ട് കിടന്നത് ഇതൊരു സോംബി സിനിമയാണ്, മലയാളത്തിലെ ആദ്യ സോംബി ചിത്രമാണ്, അതുകൊണ്ടാണ് മോൺസ്റ്റർ എന്ന പേര്, ഈ സോംബിയെ പിടിക്കാൻ വരുന്ന ശാസ്ത്രജ്ഞനാണ് ലാലേട്ടൻ എന്നൊക്കെയാണ്. അവസാനം സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് സോംബി പടമാണെന്ന് പറഞ്ഞ് നടന്നവനൊക്കെ ജ്യോതിയും വന്നില്ല, തീയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടിയും വന്നില്ല. എത്ര കഷ്ടപ്പെട്ടാണ് ഞാൻ തിരിച്ചു വന്നെന്ന് അറിയാമോ? സിനിമയുടെ ടൈറ്റിൽ ട്രാക്കിൽ തന്നെ, അതായത് ഓപ്പണിങ്ങിൽ തന്നെ കാണിക്കുന്നത് ആരോ കുറച്ച് വിഷം ചേർത്ത് കേക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇതൊരു മർഡർ മിസ്റ്ററിയാണ്, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയാണെന്നൊക്കെ. പക്ഷെ പടം തുടങ്ങി 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും മനസ്സിലായി ഇതിനകത്ത് ഇൻവെസ്റ്റിഗേഷനും ഇല്ല, ത്രില്ലറും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. ഏട്ടൻ്റെ കുറെ ഡബിൾ മീനിങ് ഡയലോഗും ആഭാസത്തരവും മാത്രം ഉണ്ടെന്ന്. പേര് മാത്രമല്ല ആളും സുന്ദരിയാണ് കേട്ടോ. അപ്പൊ കഥ നടക്കുന്നത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ ഒരു ഷീറ്റ് ടാക്സി സർവീസ് നടത്തുകയാണ് ഭാമിനിയുടെ ഭർത്താവ് ഭാസ്കരൻ, അനിൽ ചന്ദ്ര. ഇവരുടെ വീട്ടുജോലിക്കായിട്ട് ലോ കോസ്റ്റ് ലെന. സാധാരണ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ കാശൊന്നുമില്ലാതെ കൊള്ളാവുന്ന ഒരു ആർട്ടിസ്റ്റിനെ അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയിലാണ് ഒരു ലോ കോസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ടിനെ തപ്പിയെടുക്കുന്നത്. പക്ഷേ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസർ ആന്റണി പെരുമ്പാവൂരാണ്. അതുകൊണ്ട് കയ്യിൽ കാശിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ ലെനയുമുണ്ട്, ലോ കോസ്റ്റ് ലെനയുമുണ്ട്. മലയാളമൊക്കെ മനസ്സിലാവോ? അപ്പൊ ഒരു ദിവസം ഭാമിനിയുടെ ടാക്സിയിൽ എയർപോർട്ടിൽ നിന്നും കയറുന്നതാണ് ലക്കി സിംഗ്. ഹലോ എടി, ആളെ പിക്ക് ചെയ്തോ? മിസ്സായി പോയിടി. ഞാനിവിടെ എത്താനായിട്ട് ഒരു 5 മിനിറ്റ് ലേറ്റ് ആയി പോയി. അൺലക്കി. നോ, ഐ ആം ലക്കി. അപ്പൊ ഈ ലക്കി സിംഗ് ആളെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, കുട്ടിയാ സാറിനോട് വലിയ ചങ്ങാത്തത്തിനൊന്നും പോകണ്ട. ആ പഞ്ചാബിയോടെ ആ ലക്കി സിംഗ് കുട്ടി വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല, രാക്ഷസൻ. വാ തുറന്നാൽ അശ്ലീല വർത്താനവും ആഭാസത്തരവും മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ചും സ്ത്രീകളോട്. സ്റ്റെപ്പിനിയുടെ പണി എനിക്ക് അത്ര അറിയത്തില്ല. എനിക്ക് സ്റ്റെപ്പിനിയുടെ പണി മാത്രമേ അറിയൂ. ഭാമിനി ഡിക്കി പൊക്കൂ. ജാക്കി इस अगर इलियस जैकी नहीं, जैकी അറിയില്ല. ഏ ഭഗവാൻ, ഒരു ജാക്കി പോലും എന്താണെന്നറിയാത്ത പെൺകുട്ടികളാണല്ലോ ഈശ്വര. ഇതാണ് ജാക്കി. ബാക്കും എടുത്തു. എന്താ സർ? ബാക്കും എടുത്തു. ലക്കില്ല, ഇനി ഫ്രണ്ട് നോക്കാം. എന്തായാലും കൊള്ളാം. ഈ ഭാമിനി വീട്ടിൽ പോകണമെന്ന് പറയുമ്പോൾ ലക്കി സിംഗ് കയറി അങ്ങ് ഒട്ടു. പുള്ളിക്കും അവരുടെ കൂടെ വീട്ടിൽ ചെല്ലണമെന്ന്. എനിക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾക്ക് മനസ്സിലാവില്ല. പുര നിറഞ്ഞു നിൽക്കുന്ന ഒരു ആണിന്റെ മനസ്സ് നിങ്ങൾക്ക് മനസ്സിലാവില്ല. അത് തിരമാല പോലെയാണ്, തീരത്തണയാൻ വെമ്പി നിൽക്കുന്ന തിരമാല പോലെയാണ്. മനസ്സിലായോ സർ? ഞാൻ വേറൊരു ടാക്സി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും ഇത് തീരത്തണയില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഞാനും വരട്ടെ. എങ്ങോട്ട്? ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥിയായിട്ട്.
നിങ്ങളുടെ വീട്ടിലേക്ക്? സാർ അത് ഞാൻ വരും, അല്ല ഞാൻ സാർ, വരും, ഞാൻ വരും. സാർ ഞാനൊന്ന് അല്ല പറഞ്ഞു. ഞാൻ വരും, എനിക്കൊരു കുഴപ്പമില്ല. അതല്ല സാർ, ഞാൻ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി എന്റെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഞാൻ വരും, ഫാമിലി വണ്ടി എടുക്കൂ പ്ലീസ്. ഞാൻ വരും, ഞാൻ വരും, ഞാൻ വരും, വരൂ വരൂ. ചെങ്ങോട്ട് കറച്ചറ്റ, നീ എന്തിനാണ് നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എന്റെ നേർക്ക് തീർക്കാൻ പറ്റുന്ന പരമച്ചറ്റ നാറി. നിന്നെ ആർക്ക് വേണം? വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. പറ്റില്ല, പറ്റില്ല. എന്റെ ഫാമിലി ഇങ്ങനെ മിഴിച്ചു നിൽക്കാതെ ചെല്ലു, ഞാൻ ഉടനെ വരാം. ആ ഫാമിലി, ഞാൻ ഉടനെ വരാം. ഓക്കെ അല്ല, ഞാൻ ഉടനെ വരും. ഫാമിലി, ഹസ്ബൻഡിനോടൊന്ന് പറഞ്ഞേക്കൂ, ഞാൻ ഉടനെ വരും. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്ത് കയറി വന്നോ? ഇല്ലല്ലോ, പിന്നെ എന്ത്? വിളിക്കാതെ വലിഞ്ഞേറി വന്നതോ പോട്ടെ, എന്നാ പിന്നെ ഒരു ഗസ്റ്റിന്റെ ഡീസൻസി എങ്കിലും കീപ്പപ്പ് ചെയ്യണ്ട്. ഇയാൾ അവിടെ കിടന്ന് വിരകുക. ഒരു കാര്യം ചെയ്യാം, ആദ്യം ആ കേക്ക് കട്ട് ചെയ്യാം, പിന്നെ ലക്കി മാമന് ഈ കേക്ക് കട്ട് ചെയ്യാം, പിന്നെ മാമന് ഈ കേക്ക് കട്ട് ചെയ്യാം, പിന്നെ ആ കേക്ക് കട്ട് ചെയ്യാം, പിന്നെ ആ കേക്ക് കട്ട് ചെയ്തിട്ട് ഈ കേക്ക് കട്ട് ചെയ്യാം, പിന്നെ മാമന് ഈ കേക്ക് കട്ട് ചെയ്യാം, പിന്നെ ആ കേക്ക് കട്ട് ചെയ്യാം. താനൊരു കോപ്പും കട്ട് ചെയ്യണ്ട, ഒന്ന് വെറുപ്പിക്കാതിരിക്കാവോ? സോറി. പക്ഷേ ലക്കി സിംഗ് അവിടെ കൊണ്ട് നിർത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. വിളിക്കാത്ത കല്യാണത്തിന് ഉണ്ണാൻ വരുന്നവരെ കണ്ടിട്ടുണ്ട്. പക്ഷേ വിളിക്കാത്ത കല്യാണത്തിന് വലിഞ്ഞു കയറി വന്ന് സദ്യ ഉണ്ടാക്കി അത് കുളവാക്കി കല്യാണം മുടക്കുന്നവരെ ആദ്യമായിട്ട് കാണുകയാണ്. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നൊരണ്ണിയുമായി ബാബാ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നൊരണ്ണിയുമായി ബാബാ. തെങ്ങയരച്ചതൊരമ്മച്ചി, ആട്ടക്കുഴച്ചവനന്നാച്ചി, തീല വെച്ച് വിളമ്പിത്തരാം. കോഴി പൊരിച്ചത് കൊണ്ടാട്ടം, തവള പൊരിച്ചത് പലകൂട്ടം, പാട്ടും പാടി വെട്ടി വീഴുന്നു. അയ്യയ്യയ്യ കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നൊരണ്ണിയുമായി ബാബാ. കടുകട് മുളകട് കുറുമയിൽ എരിവിന് കുരുമുളക് അടിപൊളി വറവലി നെടുപിടി രുചിയോടൊന്നും നാനന്നൊരണ്ണിയുമായി ബാബാ. അപ്പൊ പാട്ടൊക്കെ പാടി തുള്ളിച്ചാടി നടന്ന് പുള്ളി അവിടെ വെച്ചിരുന്ന വെഡിങ് ആനിവേഴ്സറി കേക്ക് തട്ടിമറിച്ചിടും. ലക്കി സിംഗ് ഇങ്ങനെ കഷ്ടപ്പെട്ട് കേക്ക് തട്ടിമറിച്ച് താഴെയിടുന്ന കാണുമ്പോഴേ നമുക്ക് മനസ്സിലാകും കേക്കിനകത്ത് വിഷം വെച്ചിട്ടുണ്ടെന്ന്. കാരണം പടത്തിന്റെ ഓപ്പണിങ്ങിൽ തന്നെ ടൈറ്റിൽ ട്രാക്കിൽ തന്നെ കാണിക്കുന്നത് ആരോ വിഷം ഒഴിച്ച് കേക്ക് ഉണ്ടാക്കുന്നതാണ്. ഇതൊക്കെയാണ് എഴുത്തുകാരൻ്റെ മണ്ടത്തരം എന്ന് പറയുന്നത്. കാരണം സെക്കൻഡ് ഹാഫിൽ എന്തോ ഭയങ്കര ട്വിസ്റ്റായിട്ടാണ് കാണിച്ചേക്കുന്നത് കേക്കിനകത്ത് വിഷം ഉണ്ടായിരുന്നെന്ന്. പടത്തിൻ്റെ പേരെഴുതി കാണിക്കുമ്പോൾ തന്നെ സസ്പെൻസ് പൊട്ടിച്ച് കൈ തന്നിട്ടാണ് ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. എൻ്റെ പൊന്നു ഉദയേട്ട, ഇനിയെങ്കിലും പ്രേക്ഷകരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാതിരിക്കുക. കാരണം സീരിയൽ കാണുന്ന പ്രേക്ഷകരല്ല ഇപ്പോഴുള്ളത്, സീരീസ് കാണുന്നവരാണ്. എന്റെ ഭാഗത്ത് തെറ്റുണ്ട്. എന്തായാലും ഇന്റർവെല്ലിന് തിയേറ്ററിന് പുറത്തേക്ക് പോകുന്ന പ്രേക്ഷകർ ആ വഴി അങ്ങ് വീട്ടിൽ പോകാതിരിക്കാനും തിരിച്ച് തിയേറ്ററിനകത്തോട്ട് തന്നെ കയറാനും വേണ്ടി ഒരു ചെറിയ റൈറ്റേഴ്സ് ബ്രില്യൻസ് ഉദയേട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് ദൃശ്യത്തിലെ പോലെ അതിഭീകരമായ ഇന്റർവെൽ പഞ്ചോ KGF പോലെ തീപ്പൊരി ഡയലോഗോ ഫോർത്ത് വാൾ ബ്രേക്കിങ്ങോ ഒന്നുമല്ല, ഒരു ചെറിയ മുന്നറിയിപ്പാണ്, എ സ്മോൾ വാർണിംഗ്. വക്കീലാണ് വിളിച്ച് നമ്മുടെ ഫ്ലാറ്റിന്റെ പാർട്ടീസ് താഴെ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ അവരെ ഒന്ന് ടാക്കിൾ ചെയ്തിട്ട് ഇപ്പൊ വരാം. ലക്കി മാമൻ ഇപ്പൊ വരാം. അങ്ങനെ ഇരിക്കുമ്പം ഭാമിനി പുറത്തു പോകുന്ന തക്ക നോക്കി ലക്കി സിംഗ് ഭാമിനിയുടെ ഭർത്താവ് ചന്ദ്രയെ ചുമ്മാ വെടിവെച്ചങ്ങ് കൊല്ലും. അങ്ങനെ ആ കൊലപാതകം ഭാമിനിയുടെ തലയിലാവും. ഭാമിനിയെ പോലീസ് തൂക്കിയെടുത്തുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ പോലീസ് ഓഫീസേഴ്സായ ഗണേശും ലെന ഒറിജിനലും ഭാമിനിയെ ചോദ്യം ചെയ്യും. പക്ഷേ ഇവർ രണ്ടുപേരുടെയും ചോദ്യം ചെയ്യലിൻ്റെ രീതി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ ആറാട്ടണ്ണനും അലിൻ ജോസ് പെരേരയും കൂടെ ഒരുമിച്ച് വന്ന് റിവ്യൂ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതുപോലുണ്ട്. ഒരാൾ ശാന്തൻ, സമാധാനപ്രിയൻ, സാത്വികൻ, മറ്റേ ആൾ കലിപ്പ്, കട്ടക്കലിപ്പ്, കലിപ്പൻ്റെ കാന്താരി. ഭാമിനി നല്ല പേരാണ്. ഇതാരിട്ട പേരാ? പിന്നെ എന്തിനാടി ഒരു കാര്യമില്ലാതെ നീ ആളെ കൊന്നത്? ഉള്ള സത്യം പറ. നിങ്ങളുടെ കൊള്ള സംഘത്തിൽ എത്ര പേരുണ്ട്? സത്യം എനിക്കറിയില്ല സാർ. നീ എവിടെയാ തോക്ക് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? ഞാൻ സത്യം പറയുന്നത്
എനിക്കറിയില്ല. കള്ളം പറയരുത്. കള്ളന്മാര് കള്ളം പറഞ്ഞ് ഞാൻ സഹിക്കില്ല. സത്യം പറയടി, ആർക്ക് വേണ്ടിയാ നീ വീഡിയോ എടുത്തത്? എനിക്കറിയില്ല മാം, ഞാനൊന്നും ചെയ്തിട്ടില്ല സാർ. പ്ലീസ് ട്രസ്റ്റ് മീ സാർ. എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് വേദനിപ്പിക്കുന്ന കുട്ടി? എന്തായാലും ടഫ് ക്വസ്റ്റ്യനിങ് എല്ലാം കഴിഞ്ഞ് സർക്കിൾ ഇൻസ്പെക്ടർ ഗണേശന് ഭാമിനിയെ അപ്പം തന്നെ ആ നട്ട പാതിരാത്രിക്ക് തന്നെ കോടതിയിൽ ഹാജരാക്കണം. കോടതി അങ്ങനെ അവര് ഭാമിനിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലോട്ട് കെട്ടിയെടുക്കും. പക്ഷെ പോകുന്ന വഴിക്ക് കുറെ ഗുണ്ടകൾ വന്നിട്ട് ഭാമിനിയെ തട്ടിക്കൊണ്ടു പോകും. മുട്ടി കയ്യോ കാലോ തട്ടിക്കഴിഞ്ഞാൽ 10 പൈസ കിട്ടില്ല. ജീവനോ മാറിക്കണം. പോലീസുകാരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങളുടെ അടിയുടെ ശക്തി പോരാ. എന്താ നിങ്ങൾക്ക് കവർ കാണുമ്പോ പേടിയാവുണ്ട? എടാ രണ്ടാള് പിന്നാക്കമ്മ, നിന്നൊരാളെ അടിക്കാൻ പറഞ്ഞ ഒഴിഞ്ഞുമാറ്. ചക്കച്ചാമ്പറമ്മ ജോയ് അടിക്ക. ജോയ് പിന്നിലുള്ള ചവിട്ട. എടാ നീ ഇങ്ങോട്ട് തിരിഞ്ഞടിക്ക്, വലത് കാര്യം വെച്ച് ചവിട്ട്. ജോയ് നിന്റെ വീശിച്ചുള്ള അടി അസലാവുണ്ട്. SI ചവിട്ട്. പിടിക്ക്, വലിച്ചെറിയാണ്. അടിക്കടാ. എന്നെ കല്ലെറിയുന്നത് എനിക്ക് പ്രശ്നമില്ല. അടിക്ക്. അയ്യോ എനിക്ക് പ്രശ്നമാണ്. എന്നെ കല്ലെറിയുന്നത് ആ തെണ്ടിനടിക്ക. കോളനിക്കാരുടെ മാത്രം ശ്രദ്ധയ്ക്ക് തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ലോറിയുടെ പിന്നിലേക്ക് വരുക. അവിടെ ഗ്ലൂക്കോസും നാരങ്ങ വെള്ളമുണ്ട്. അടി തീർന്നുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടുവന്ന ആയുധങ്ങളൊക്കെ അവനവൻ തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. നമുക്ക് ഇനിയും പ്രോഗ്രാമുകളുണ്ട്. 27, 28, 29 ഇതേ പ്രോഗ്രാം പല സ്ഥലങ്ങളിലായി നമ്മൾ ചാർട്ട് ചെയ്തിരിക്കുകയാണ്. ഓടുന്നവരോടത്തെ. അന്നേരമാണ് ആദ്യത്തെ ട്വിസ്റ്റ്. ഈ തട്ടിക്കൊണ്ടുപോയ ഗുണ്ടകൾ ഭാമിനിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ആയിരുന്നു. സത്യത്തിൽ ഭാമിനിയാണ് വില്ലത്തി. പെട്ടെന്ന് അവിടേക്ക് ആരും പ്രതീക്ഷിക്കാത്ത ഒരതിഥി കടന്നു വരും. പക്ഷേ ഇത്തവണ ലക്കി സിംഗിന് ബെല്ലയും തലയിൽ ടർബനും ഒന്നുമില്ല. അപ്പോഴാണ് ഞെട്ടിക്കുന്ന രണ്ടാമത്തെ ട്വിസ്റ്റ്. മുൻപൊരിക്കലും ഉദയ് കൃഷ്ണയുടെ പേനത്തുമ്പിൽ വിരിഞ്ഞിട്ടില്ലാത്ത പുതുപുത്തൻ ട്വിസ്റ്റ്. ലക്കി സിംഗ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല സാർ. അപ്പൊ നെയ്യാറ്റിൻകര ഗോപൻ ഹീസ് ആൻ അണ്ടർകവർ ഏജന്റ്. അയാളുടെ ഐഡന്റിറ്റി ക്ലാസിഫൈഡ് ആണ്. വി കാൻ ഡിസ്ക്ലോസ് ദിസ്. ദിസ് ഈസ് ക്ലാസിഫൈഡ്. അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് എനിക്കറിയില്ല. എനിക്കറിയാവുന്ന പേര് ശിവദേവ് സുബ്രഹ്മണ്യം. He is from Central Crime Investigation Department and Additional Director of Crime Branch. No. അതെ, ഏജന്റ് എക്സ് റിട്ടേൺസ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഭാമിനി ഇൻഷുറൻസ് തുക അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഓരോരുത്തന്മാരെ കെട്ടും. എന്നിട്ട് ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഈ വിഷം വെച്ച കേക്ക് കൊടുത്ത് ഭർത്താവിനെ തട്ടും. എന്നിട്ട് ഇൻഷുറൻസ് ക്ലെയിം ചെയ്ത് കാശും അടിച്ചു മാറ്റി മുങ്ങും. എന്നിട്ട് വീണ്ടും കെട്ടും. അതായത് ഭാമിനി കെട്ടുന്നു, കേക്ക് വെട്ടുന്നു, തട്ടുന്നു, റിപ്പീറ്റ്. 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 ഇനിയും കെട്ടും, ഇനിയും കേക്ക് വെട്ടും, ഇനിയും തട്ടും. മുടിയല്ലേ ലക്കി സിംഗ്, മുടിയല്ലേ? കഴിഞ്ഞ 2.5 വർഷമായിട്ട് ഞങ്ങളൊരു കേസിന്റെ പുറകിലാണ്.
one of the most brilliant crimes history has ever witnessed. ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു ഉദ്യോഗസ്ഥന് തോന്നിയ സംശയം കൊല്ലപ്പെട്ട 3 പേരുടെയും ഭാര്യമാരുടെ ഇൻഷുറൻസ് ആപ്ലിക്കേഷനിലെ നോമിനികളുടെ ഫോട്ടോകളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ഞങ്ങളൊരു മുഖം വരച്ചെടുത്തു. നോമിനികളുടെ ഫോട്ടോകളിൽ നിന്ന് ഒരു കമ്പ്യൂട്ടർ എക്സ്പേർട്ടിന്റെ സഹായത്തോടെ ഞങ്ങളൊരു മുഖം വരച്ചെടുത്തു. നോമിനിയുടെ ഫോട്ടോ കയ്യിലുണ്ടെങ്കിൽ പിന്നെന്തിനാ കഷ്ടപ്പെട്ട് കമ്പ്യൂട്ടർ എക്സ്പേർട്ടിനെ വെച്ച് രേഖാചിത്രം വരപ്പിക്കുന്നത്? ആ ഫോട്ടോ തന്നെ അങ്ങ് ഉപയോഗിച്ചാൽ പോരെ? അത് പിന്നെ ഈ ചിലരെ നമ്മൾ ആദ്യമായിട്ട് കാണുമ്പോൾ തന്നെ ഈ നമുക്ക് തോന്നില്ലേ ചില രൂപവും ഭാവവും, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. പക്ഷേ ഭാമിനിയുടെ ഭർത്താവ് ചന്ദ്ര മരിച്ചിട്ടില്ല. അത് ഈ ലക്കി സിംഗിന്റെ ഒരു ചെറിയ പ്രാങ്ക് ആയിരുന്നു. പക്ഷെ ഞാൻ ചോദിക്കുന്നത് അതല്ല. ഈ ഭാമിനി ഓൾറെഡി 3 പേരെ തട്ടിയിട്ടുണ്ട്. അത് ഈ ഏജന്റ് ശിവദേവ് സുബ്രഹ്മണ്യത്തിന് അറിയാം. പുള്ളിയുടെ കയ്യിൽ എന്തൊക്കെ തെളിവൊക്കെ ഉണ്ട്. എന്നാൽ പിന്നെ നേരെ ഈ ഭാമിനിയെ അങ്ങ് അറസ്റ്റ് ചെയ്ത് ചോദ്യം ചെയ്ത് കൂട്ടുപ്രതി ആരാണെന്ന് കണ്ടുപിടിച്ചാൽ പോരെ? ഇതിപ്പോൾ വെറുതെ ലക്കി സിംഗ് എന്നും പറഞ്ഞ് വേഷം മാറി വന്ന് നേരെ അവരുടെ ഫ്ലാറ്റിൽ പോയി ഒരു ദിവസം മുഴുവൻ അവരെയും വെറുപ്പിച്ച്, സിനിമ കാണാൻ പോയ പ്രേക്ഷകരെയും 2 മണിക്കൂർ വെറുപ്പിച്ച് ഒരു ഫേക്ക് ഡെത്ത് ഉണ്ടാക്കി ഓൾറെഡി 3 പേരെ തട്ടിയ ഭാമിനിയുടെ തലയിൽ ആ ഫേക്ക് ഡെത്ത് ഇട്ട് കൊടുത്ത് ആ ഫേക്ക് ഡെത്തിന്റെ പേരിൽ അവരെ അറസ്റ്റ് ചെയ്ത് ഒടുക്കം അവർ ചാടി പോവുകയും ചെയ്തു. ഇതൊക്കെ എന്തിന്? വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതാണ്. എന്തായാലും ക്ലൈമാക്സിൽ ഏജന്റ് ലക്കി സിംഗ് ഭാമിനിയെ കണ്ടുപിടിക്കും. എന്നിട്ട് കൂട്ടുപ്രതിയായ ഭാമിനിയുടെ കാമുകൻ ആരാണെന്ന് ചോദിക്കും. അപ്പോൾ വേറൊരാൾ കൂടെയുണ്ട്, ക്രൈം ഫോർ ലവ്. ഞാൻ വന്നത് അവനെ തേടി തന്നെയാണ്. The man behind you. Tell me, where is he? താൻ പറഞ്ഞതുപോലെ എനിക്ക് 4 ഹസ്ബൻഡ്സ് ഒന്നുമില്ല. I have only one husband. My soulmate. My life. My passion. അപ്പോഴാണ് ഒടുക്കത്തെ ട്വിസ്റ്റ്. അത് മറ്റാരുമല്ല, അതാണ് ലോ കോസ്റ്റ് ലെന. യെസ്, ദേ ആർ ലെസ്ബിയൻസ്. പക്ഷെ ഉദയകൃഷ്ണയ്ക്ക് തോന്നി ചുമ്മാ അവരങ്ങ് ലെസ്ബിയൻസ് ആണെന്ന് പറഞ്ഞാൽ പോരാ, പ്രേക്ഷകർക്ക് കുറച്ച് എരിവും പുളിയും ഗരം മസാലയൊക്കെ കൊടുക്കണം. അതുകൊണ്ട് ലക്കി സിംഗ് പറയും, പിന്നെ നിങ്ങൾ ലെസ്ബിയൻസ് ആണെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. നിങ്ങൾ ശരിക്കും ലെസ്ബിയൻസ് ആണെങ്കിൽ അത് തെളിയിച്ച് കാണിക്കുന്നു പറയും. Actually, number 11. We're lesbians. Lesbian? The cricket match lang ngayon pa Adwa? Lesbians. 2 girls make love. Number 11. We're lesbians. Kaya pudista? ESPN ah? ലെസ്ബിയൻസ് ആണെന്ന് തെളിയിക്കാൻ ആധാർ കാർഡിൽ പ്രത്യേകിച്ച് കോളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പാവൻ ലെസ്ബിയൻസിന് അശ്ലീൽ സിംഗിന്റെ മുമ്പിൽ ഉമ്മ വെച്ച് കാണിക്കേണ്ടി വരും. മനിതർ ഉണർന്നു കൊള്ള ഇത് മനിത കാതൽ അല്ല. അതെയും താണ്ടി പുനിതമാനത്. சாமியே நான் தானே தெரியுமா, சிவகாமியே சிவனில் நீயும் பாதியே அதுவும் உனக்கு புரியுமா. അങ്ങനെ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ ചിന്തിച്ച് കാട് കയറിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോ കോസ്റ്റ് ലെന ലക്കി സിംഗിന്റെ അടിനാഭി നോക്കി ഒരു ഒറ്റ ചവിട്ട്. പക്ഷെ നമുക്കറിയാം, കുടുംബത്തിൽ പറഞ്ഞ അന്തസ്സുള്ള ഒരു ഏജന്റും സ്ത്രീകളുടെ നേർക്ക് കൈ ഉയർത്തില്ല. நல்ல குடும்பத்துல பிறந்த எந்த ஆம்பளைங்களும் பொம்பளைங்க மேல கை வைக்க மாட்டாங்க, தெரியுங்களா? அப்படி இல்லடே. അങ്ങനെ ഏജന്റ് ലക്കി സിംഗ് കൊലയാളികളെ ഇടിച്ച് റൊട്ടിയാക്കും. എന്നിട്ട് അടുത്ത മിഷന് വേണ്ടി വണ്ടി കയറി പോവുകയും ചെയ്യും. മോൺസ്റ്റർ.
നമുക്കെല്ലാവർക്കും അറിയാം ലാലേട്ടൻ ഇന്ത്യയിലെ തന്നെ എന്തിന് ലോകത്തിലെ തന്നെ മികച്ച നടന്മാരിൽ ഒരാളാണ്, എ ലെജൻഡറി ആർട്ടിസ്റ്റ്. എങ്കിലും ദി ആർട്ട് ഓഫ് സേയിങ് നോ ലാലേട്ടൻ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഉദയകൃഷ്ണ വീണ്ടും അടുത്ത ഏജന്റ് പടക്കമായിട്ട് വരും. ഇനി അതല്ല, ഉദയകൃഷ്ണയോട് നോ പറയാൻ പറ്റില്ല എന്നാണെങ്കിൽ പുള്ളി വിളിക്കുമ്പോൾ ഫോൺ എടുക്കാതിരിക്കുക, വീടിൻ്റെ ഗേറ്റ് പൂട്ടിയിടുക. പക്ഷേ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എത്രയൊക്കെ കളിയാക്കിയാലും ശ്രീ ഉദയകൃഷ്ണയോട് എനിക്ക് നന്ദിയും കടപ്പാടും മാത്രമേ ഉള്ളൂ. കാരണം ഈ ചാനലിന് ഉദയേട്ടൻ ഒരുപാട് കണ്ടന്റ് തന്നിട്ടുണ്ട്. സോ ഉദയേട്ട പ്ലീസ് കണ്ടിന്യൂ. എത്രയും പെട്ടെന്ന് ബാന്ദ്ര OTTയിൽ റിലീസാക്കി തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷുദിനാശംസകൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.